നോമ്പ് ചിന്തകൾ 6-ാം ചൊവ്വ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 27 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യരോട് നടത്തുന്ന വിടവാങ്ങൽ പ്രസംഗം നാം കാണുന്നു. തൻ്റെ ശിഷ്യരെ കാത്തിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഈശോ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അവർ ഈശോയുടെ ശിഷ്യരായതുകൊണ്ട് തന്നെ ഈശോ ഈ ലോകത്തിൽ നേരിട്ട കാര്യങ്ങളെല്ലാം അവരും നേരിടേണ്ടി വരുമെന്ന് അവിടുന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. അവിടുന്ന് പറയുന്നു, അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. ഇന്നും ഈ ലോകത്തിൽ ക്രിസ്തു ശിഷ്യരെ കാത്തിരിക്കുന്ന സഹനങ്ങളെയും പീഡനങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. നമുക്കും ക്രൈസ്തവരെന്ന നിലയിൽ വിശ്വാസത്തിൻ്റെ പേരിൽ സഹനങ്ങളും വേദനകളും തിക്താനുഭവങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോഴും നിരാശരാകാതെ ഭയപ്പെടാതെ സാക്ഷ്യത്തിനുള്ള ഒരു അവസരമായി കണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കണം. പീഡനങ്ങൾക്കിടയിലും നമുക്ക് പ്രത്യാശയുണ്ട്. കാരണം സാക്ഷ്യത്തിനുള്ള ശക്തി പകരുന്ന സഹായകൻ നമ്മോട് കൂടെയുണ്ട്. ഈ ലോകത്തിൽ ഈശോയുടെ ശിഷ്യരായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നാം എല്ലാം. ശിഷ്യത്വം ഒരേ സമയം ദാനവും നിയോഗവുമാണ്. ഈ നോമ്പുകാലത്ത് ഈ ലോകത്തിലെ സഹനങ്ങളെയും കുരിശുകളെയും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ ശിഷ്യരായി നമുക്കും ലോകത്തിന് മുൻപിൽ സാക്ഷികളായി മാറാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.